പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ സംസ്കാരം ഇന്ന് നടക്കും. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. മൈലമ്പുള്ളിയിലെ സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ അലന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ വാത്സല്യ അലന്മാരുടെ ഭൗതിക ശരീരവുമായി നാം ഭവനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദുഃഖത്തിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും വളരെ ഭയത്തോടുകൂടെ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മുടെ ഭൗതിക ശരീരം അല്പസമയം ഈ ഭവനത്തിനുള്ളിൽ വെച്ച് പ്രാർത്ഥിച്ച് വെളിയിലേക്ക് പൊതുദർശനത്തിന് വേണ്ടി വെക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. രംഗങ്ങൾക്കാണ് അലന്റെ വീട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിവരങ്ങളുമായി അനുമോദുണ്ട്. അനുമോദ്, വീടിന് 100 മീറ്റർ അകലെ വെച്ച് അതിദാരുണമായാണ് അലന് ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഞെട്ടലും ദുഃഖവും അത്ര പെട്ടെന്നൊന്നും മാറുകയുമില്ല. എന്താണ് അവിടുത്തെ അവസ്ഥ? ശ്രീജ, നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏറെ ദുഃഖകരമായ കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപാണ് അലൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അലൻ്റെ വീട് കാടിനോട് ചേർന്നാണ്. ഈ വീടിലേക്ക് എത്തുന്നതിന് ഏകദേശം ഒരു 100 മീറ്റർ മുൻപാണ് അലനെ അമ്മയും കാട്ടാന ആക്രമിച്ചത്. നമുക്ക് ആ വഴിയിൽ ഇപ്പോഴും അവരുടെ ചെരുപ്പും അമ്മ കൊണ്ടുവന്ന പാലിൻ്റെ പാക്കറ്റും ഒക്കെ കാണാൻ കഴിയും. അതിൻ്റെ അപ്പുറത്ത് അലൻ്റെ ചെരുപ്പുകളും കാണാൻ കഴിഞ്ഞു വരുന്ന വഴിക്ക്. അത്രമാത്രം വീടിനോട് തൊട്ടടുത്തെത്തിയപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ അല്പസമയം മുൻപ് മൃതദേഹം അലൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. 3 മണിക്കൂറോളം സമയം ഇവിടെ ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതിനുശേഷം മൈലമ്പുള്ളി പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. നേരത്തെ സൂചിപ്പിച്ചാൽ ഈ മുണ്ടൂർ പ്രധാന പാതയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിന് ഉള്ളിലാണ് അതിൻ്റെ വീടുള്ളത്. ഇതിനപ്പുറം മുഴുവൻ കാടാണ്. തേക്ക് പ്ലാന്റേഷനും വനം വകുപ്പിൻ്റെ മേഖലയുമാണ്. എപ്പോൾ വേണമെങ്കിലും കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പകൽ പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി നമുക്ക് പങ്കുവെക്കാനുള്ളത്, ഈ സംഭവത്തിൽ കളക്ടറുടെയും DFOയുടെയും റിപ്പോർട്ട് 2 തരത്തിലാണ് എന്നുള്ള ഒരു വിവരം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. വനം വകുപ്പിനെ വെള്ളപൂശിക്കൊണ്ടാണ് പാലക്കാട് DFOയുടെ റിപ്പോർട്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ, ഈ ആന ആക്രമണത്തിൽ വനം വകുപ്പിന് വീഴ്ച പറ്റിയിട്ടില്ല. ഫെൻസിങ് തകർത്താണ് കാട്ടാന എത്തിയതെന്ന് വനം വകുപ്പ് അവകാശപ്പെടുന്നു. മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിച്ചിരുന്നുവെന്നാണ് DFOയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഫെൻസിങ് തകർത്തെത്തിയ കാട്ടാനയാണ് ഈ ഒരു സംഭവത്തിന് കാരണക്കാരനായിട്ടുള്ളത്. എന്നാൽ വനം വകുപ്പിന് വീഴ്ച ഉണ്ടായി എന്നാണ് കളക്ടർ റിപ്പോർട്ട്. മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ടാണ് കളക്ടറുടെ റിപ്പോർട്ടുള്ളത്. ഇത്തരത്തിൽ 2 വ്യത്യസ്ത റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് മന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് വിശദീകരണം DFOയുടെ തേടുമെന്നാണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു വിവരം. എന്താണെങ്കിലും വനത്തോട് ചേർന്നുള്ള ഈ ഒരു മേഖല, ഇവിടെ നമ്മൾ വരുന്ന വഴിക്കെല്ലാം തന്നെ ഈ കാട്ടാനകളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അതുപോലെ തന്നെ ആനപ്പിണ്ടിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും
സുരക്ഷിതമല്ലാത്ത, എന്നാൽ എപ്പോൾ വേണമെങ്കിലും വന്യജീവി ആക്രമണം ഉണ്ടാകാവുന്ന ഒരു മേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ വേലികളൊക്കെ പല ഭാഗത്തും ഉണ്ടെങ്കിലും അതിൽ ചിലതൊക്കെ തകർന്നു കിടക്കുന്ന, ഫെൻസിങ് തകർന്നു കിടക്കുന്ന കാഴ്ചകളും നമ്മൾ ഈ മേഖലയിൽ കണ്ടിട്ടുണ്ട്. നിലവിൽ ഇനി പ്രതിഷേധങ്ങൾ കൂടുതലൊന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേ തുടർന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ കുറെ കൂടി വേഗത്തിലാക്കിയത്. ഇപ്പോൾ അതിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു മേഖലയിൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അലൻ്റെ മൃതദേഹം വീടിനുള്ളിലാണ് വച്ചിരിക്കുന്നത്. അവസാനമായി അലനെ ഒരു നോക്ക് കാണുവാൻ ആളുകൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ശ്രീജ. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മുണ്ടൂർ കയറങ്കോടിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അലൻ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ ഞായറാഴ്ച രാത്രി 8 മണിയോടെ കൊല്ലപ്പെട്ടത്. സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വീടിന് തൊട്ടടുത്ത് വെച്ച് 100 മീറ്റർ അകലെ വെച്ചാണ് അലനും അമ്മ വിജിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. അമ്മ വിജി പരിക്കുകളോട് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അലൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും വനം വകുപ്പും ജില്ലാ ഭരണകൂടവും 2 തട്ടിലാണ്. അന്ന് കാട്ടാന ഇറങ്ങിയത് അറിഞ്ഞിരുന്നില്ല എന്നാണ് വനം വകുപ്പിൻ്റെ നിലപാട്. ഫെൻസിങ് തകർത്ത് ആന ഇറങ്ങിയതാണ്, അത് അറിയാൻ കഴിയുന്ന സംവിധാനമില്ല എന്നാണ് പറയുന്നത്. അതേസമയം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, വനം വകുപ്പിനുണ്ടായ വീഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടുകൾ എന്തായാലും നഷ്ടപ്പെട്ടത് ഒരു വിലയേറിയ ജീവനാണ്. മുണ്ടൂരിൽ കാട്ടാന ഇറങ്ങുന്നത് ആദ്യമായില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗത്ത് കാട്ടാന ഇറങ്ങാറുണ്ട്. ഇതുവരെ ഈ മുണ്ടൂർ ഭാഗത്ത് 4 പേരെ കാട്ടാന ചവിട്ടിക്കൊന്നിട്ടുണ്ട്. 20ഓളം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അനുമോദ്, ഈ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അലൻ. ഈ അലൻ്റെ അമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? ശ്രീജ, അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. തോളുകൾക്കും നട്ടെല്ലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അമ്മയെ അവസാനമായി വിജയനെ ഒരു നോക്ക് കാണുവാൻ കൊണ്ടുവരുമെന്ന് കുടുംബം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇത്രയും ദൂരം ആംബുലൻസിൽ വരാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ അമ്മയ്ക്ക് അവസാനമായി എത്താൻ കഴിയാൻ സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് ബന്ധുക്കളുടെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ശ്രീജ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അലൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയോടെയായിരിക്കും നടക്കുക. ഇവിടെ വീട്ടിൽ 3 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാരത്തിനായി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്.